പല കുട്ടികളുടെ ഭാഗത്തുനിന്ന് സാറ്റിലെ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സാറ്റിലെ ഏത് ചോദ്യമാണ് നിങ്ങൾക്ക് പ്രയാസം വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ രാവിലെ 5:30 മണിക്ക് അറ്റൻഡ് ചെയ്ത കുട്ടികൾ, മാസങ്ങളോളമായി അറ്റൻഡ് ചെയ്ത കുട്ടികൾ ആ പരാതി പറഞ്ഞിട്ടില്ല. അതുപോലെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ട് ആ കൃത്യമായ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്ത കുട്ടികളും പരാതി പറഞ്ഞിട്ടില്ല. ഞാനിതിൽ ഓരോ ചോദ്യവും എടുത്ത് നിങ്ങളിൽ കാണിച്ചു തരികയാണ്. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇതിൻ്റെ ഉത്തരം എഴുതാം. 3x 5 4 3 ഇവരെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു 5 അക്ക സംഖ്യയായാൽ എക്സിന്റെ വില എത്ര എന്നൊരു ചോദ്യം. ഒരു സംഖ്യയെ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ആ സംഖ്യയിലെ ഒന്നിടവിട്ട സംഖ്യകൾ കൂട്ടാൻ പറഞ്ഞിട്ടില്ലേ? തവളച്ചാട്ടം 5 3 8 3 11. ഇവിടെ 4 ഉണ്ട്, ഇവിടെ x ഉണ്ട്. ഈ 11 ഒന്നിടവിട്ട് കൂട്ടി കിട്ടുന്ന 11ന് തുല്യമാക്കാൻ 4ന്റെ കൂടെ എത്ര കൂട്ടണം? 7 കൂട്ടണം. അപ്പോൾ എക്സിന്റെ വില 7 ആണ്. അപ്പൊ 3 7 5 4 3 എന്നെടുത്ത് 37,543 എടുത്തു കഴിഞ്ഞാൽ 5 3 8 3 11 7 4 11. 11ൽ നിന്ന് 11 മൈനസ് ചെയ്താൽ 0. എന്താണ് ഒന്നിടവിട്ട സംഖ്യകളുടെ തുക? ആ സംഖ്യയുടെ തുകയുടെ വ്യത്യാസം. അത് ഒന്നുകിൽ 0 ആവുക, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആവുക. ഇതിന്റെ അതേ ഒരു ചോദ്യം നമ്മൾ തന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ചോദ്യം? 7 7 7 7a. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. 8 3 2b. What is a into b എന്നൊരു ചോദ്യം തന്നിട്ടുണ്ട്. 7 7 7 7a 8 3 2b. ഈ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. a into b എത്ര? ഇതിനെന്താണ് കണ്ടീഷൻ വെച്ചത്? ഇവ ഒരു 5 അക്ക സംഖ്യയാണെന്നും 9ന്റെ മൾട്ടിപ്പിൾ ആണെന്നും. 9ന്റെ മൾട്ടിപ്പിൾ ആവാൻ 4 7 കൂട്ടിയാൽ 27. ഇപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയി. അപ്പൊ 7 വില 9 റെഡിയാവും. ഇവിടെ a32b എന്ന് പറയുമ്പോൾ 8ഉം 2ഉം അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ബിക്ക് ഒരു വില കൊടുത്താൽ ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആകും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാവുമ്പോൾ 8ഉം 2ഉം 10, 3ന്റെ കൂടെ 7 കൂട്ടിയാൽ 10 ഉണ്ടോ? അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ. ഈ ഒരു ചോദ്യം തന്നിട്ടില്ലേ? ഡേറ്റ് ഞാൻ പറയണം. ഓരോ ഡേറ്റിലും ഈ പറഞ്ഞിരിക്കുന്ന 20 ചോദ്യങ്ങൾ മുഴുവൻ ഞാൻ അവകാശപ്പെടുന്നില്ല. 15 ചോദ്യങ്ങൾ തന്നതുണ്ട്. അതിന് സമാനമായ ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇതിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും 11ന്റെ മൾട്ടിപ്പിൾ പരിശോധിക്കാൻ. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതാണ്. ആൽഫബറ്റ് ബി ആണ് എൻ്റെ കയ്യിലുള്ളത്. 90ാമത്തെ ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി മേലിൽ ശ്രദ്ധിക്കുക. ഇനി അടുത്ത 9ാം ക്ലാസ് പഠിക്കുന്നവരും നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് പരീക്ഷ ഉണ്ട്. 11ാം ക്ലാസ് പഠിക്കുന്നവരും സ്കോളർഷിപ്പ് പരീക്ഷ ഉണ്ട്. ആ സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് ഈ നോട്ടും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക, സൂക്ഷിച്ച് വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ച് വെക്കുക, എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാ മറ്റൊരു രസകരമായ ചോദ്യം. 3581ന്റെ സ്ക്വയറിനെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. നിങ്ങൾ 3581നെ 3551 കൊണ്ട് ഗുണിച്ചോ? ഗുണിച്ചതിന് ശേഷം പിന്നെ 8 കൊണ്ട് ഹരിച്ചോ? 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ചോദ്യത്തിന് എത്ര സമയം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 3581 സ്ക്വയർ ഈസ് ഡിവൈഡഡ് ബൈ 8 എന്നായിരുന്നു ചോദ്യം. ഇത് എത്ര ഈസിയാണ്. ഒരു വഴി എന്താണ്? ഈ 3581നെ 8 കൊണ്ട് ഹരിച്ചു കളയണം. 8 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 8 32. 3 ബാക്കി. വീണ്ടും 4 8 32. 6 ബാക്കി. 61ൽ 6
6×8 5 മാർക്ക്. ഈ റിമൈൻഡറിനെ സ്ക്വയർ ചെയ്യുക, 5നെ സ്ക്വയർ ചെയ്യുക, അപ്പൊ 25 കിട്ടും. ആ 25 8 കൊണ്ട് കഴിച്ചാൽ മതി. 2 8 16 24 ഉണ്ടാവും. അവിടെ കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും ഇതിന്റെയും റിമൈൻഡർ. ഇത് എളുപ്പമല്ലേ? ഇതിന് നിങ്ങൾക്ക് അധികം സമയം വേണം. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യാൻ നിൽക്കരുത്. അതിന് പകരം എന്ത് ചെയ്യുക, ഇതിനെ 8 കൊണ്ട് കഴിച്ചിട്ട് കിട്ടുന്ന റിമൈൻഡറിനെ സ്ക്വയർ ചെയ്യുക. അത് സ്ക്വയർ ചെയ്യാൻ എളുപ്പമാണ്. അതിന് സ്ക്വയർ ചെയ്തിട്ട് കിട്ടുന്ന സിസ്റ്റം തന്നെ ആയിരിക്കും. വേറൊരു വഴിയുള്ള എന്താന്ന് പറഞ്ഞാൽ ഈ 358 5 3 8 8 16 ആ 16 8ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ വരുന്ന 1 ആണ്. ആ 1 എഴുതാം. അത് എല്ലാ സംഖ്യക്കും ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾക്ക് ബാധകമാണ്. മറ്റുള്ള സംഖ്യകൾക്ക് ബാധകമാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പക്ഷെ ഏറ്റവും നല്ല റൂട്ട് ഇത് തന്നെയാണ്. ഈ റൂട്ടിലൂടെ പോവുക, ഇതിനെ 8 കൊണ്ട് ഹരിക്കുക. ഇതിനനുസരിച്ച് നമുക്കൊരു നിയമമുണ്ട്. അപ്പം ഇത് ഈ ചോദ്യത്തിനും പ്രയാസമില്ല എന്ന് നിങ്ങൾ ഓർക്കുക. അടുത്ത ചോദ്യം. ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. സാറ് പറഞ്ഞില്ലേ എന്തായാലും വരും എന്ന് പറഞ്ഞിരുന്ന ചോദ്യം. x+1/x = 2, x² + 1/x² എത്ര എന്ന് തലേ ദിവസം വീഡിയോ ചെയ്തപ്പോൾ സാറ് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. x+1/x = 2, x² + 1/x² എത്ര എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നില്ലല്ലോ എന്നാണ് ആ കുട്ടിയുടെ പരാതി. വന്നിട്ടുണ്ടല്ലോ. ഒരു സംഖ്യയും അതിന്റെ ഉൽക്രമത്തിന്റെയും തുക 2 ആയാൽ ആ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? അതിനാണല്ലേ ചോദ്യം. ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. The sum of a number and its reciprocal is 2. Then what is the sum of their squares? ഒരു സംഖ്യയും അതിന്റെ ഉൽക്രമം x, അതിന്റെ ഉൽക്രമം 1/x, അതിന്റെ തുക 2 ആകുന്നു എങ്കിൽ അവയുടെ വർഗ്ഗങ്ങളുടെ തുക എത്ര? അപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇത് കണ്ടുപിടിക്കാൻ ഈ 2ന്റെ സ്ക്വയർ ചെയ്ത് 2 കുറച്ച് കഴിഞ്ഞാൽ മതി. ഇവിടെ എത്രയാണോ ഉള്ളത് അത് കണ്ടുപിടിക്കാൻ 2നെ സ്ക്വയർ ചെയ്യുന്നു. 2നെ സ്ക്വയർ ചെയ്ത് എത്രയാ? 4. 4 2 കുറയ്ക്കുക, അപ്പൊ 2 തന്നെയാണ്. ഇനി ഇവിടെ ഇതിന് പകരം 5 ആണെന്ന് വിചാരിക്കുക. 5 x+1/x = 5. x² + 1/x² എത്ര എന്ന് ചോദിച്ചാൽ 5നെ സ്ക്വയർ ചെയ്യുന്നു 25. 25ൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? 2 കുറച്ച് 23. അത് a+b² ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ 2 ആ സൈഡിലേക്ക് പോയിട്ട് മൈനസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അത് അന്നത്തെ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അത് കിട്ടേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. x² + 1/x² = 23. x + 1/x എത്ര എന്നായിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യം. അതിനുള്ള മറുപടി ഈ 23-ോട് 2 കൂട്ടുക. 23-ോട് 2 കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 25 കിട്ടും. അതിന്റെ സ്ക്വയർ റൂട്ട് 5. അപ്പൊ ഇതിന് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇതും ഒരു പ്രയാസമുള്ള ചോദ്യമല്ല. ഇപ്പൊ ഞാൻ എത്ര ചോദ്യം? 3 ചോദ്യം നിങ്ങൾക്ക് തന്നു. ആ 3 ചോദ്യവും പ്രയാസമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതാണ് എല്ലാ ചോദ്യത്തിന്റെ സ്ഥിതി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയ ചോദ്യം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം. 5/4 (2) എന്ന് പറഞ്ഞാൽ 5/4 ആണ്. ഇൻറ്റു 5/5 (3) ആ 5/15 ആണ്. ഡിവൈഡഡ് ബൈ 5/2 4 കിട്ടും. ഇൻറ്റു 5/4 × 5 20 കിട്ടും. ഇവിടെ എല്ലാം 5 ആയതുകൊണ്ട് a(n) × a(n) സമം a(m + n). 8 ഇത് കൂട്ടുക 23. 15 8 കൂട്ടിയ 23 ഡിവൈഡഡ് ബൈ ഇവിടെ 24 കിട്ടും. 5/24 കിട്ടും. നമുക്ക് 24 നിന്ന് 23 കുറച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ. 23 നിന്ന് 24 കുറച്ചാൽ അത് 1/. ആവും. ഇത് 24 നിന്ന് 23 കുറച്ചാൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അതാണ് നമുക്ക് പരിചയമുള്ളത്. പക്ഷെ ഇത് നേരെ തിരിച്ചായതുകൊണ്ട് 1/, വ്യത്യാസം 5/1. 5/1 1/5 കാണൂല. 1/5 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1/5 ഒന്നും കാര്യമില്ല. അപ്പൊ 1/5 അതാണ് 1/. എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
The difference of two consecutive square number is equal to the sum of that natural number. പല പ്രാവശ്യം പറയുന്നത് രണ്ട് അടുത്തടുത്ത വർഗസംഖ്യകളുടെ വ്യത്യാസം 10ന്റെ സ്ക്വയറിൽ നിന്ന് 9ന്റെ സ്ക്വയർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 10ന്റെ കൂടെ 9 കൂട്ടുക 19 ആണെന്നാണ് അർത്ഥം. 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 4 + 3 7 ആണ്. അപ്പൊ ഈ 5890 5889 അടുത്തടുത്ത സംഖ്യകളല്ലേ. അപ്പോൾ ഇവ തമ്മിൽ കുറയ്ക്കുക, സ്ക്വയർ തമ്മിൽ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടുക എന്നാണ്. ഇവിടെ 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ തന്നെയാണ് 10 + 9 ആയ 19. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണ് 4 + 3 ആയ 7. വേണേ 4 സ്ക്വയർ എത്രയാ നോക്കൂ 16. 3 സ്ക്വയർ എത്രയാ നോക്കൂ 9. 16 9 കുറച്ചാൽ 7 അല്ലേ. അത് നല്ലല്ലേ 4 3 കൂടി കൂട്ടുന്നത്. ഇനി ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരത്തിലാണ് ഇവ രണ്ടും കൂടി കൂട്ടിയാൽ മതി. 5890 5889 കൂടി കൂട്ടൂ. 9 9 8 17 8 16 17 5 10 11 11,779. ഇതാ കിടക്കുന്നു 11,779. അപ്പം ഇനി ഇത്തരം ചോദ്യങ്ങൾ ഇനിയിപ്പോൾ ചിത്രം വരയ്ക്കുന്ന ചില കണക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അത് പ്രാവശ്യം 4 കൊടുത്തിട്ടുണ്ട്. നല്ല ചോദ്യങ്ങളായിരുന്നു. അതിൽ ഏകദേശം നിങ്ങൾക്ക് പ്രയാസമുള്ള 2 ചോദ്യമാണ്. കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്ന 2 ചോദ്യമാണ്. ബാക്കി 18 ചോദ്യങ്ങൾ ഇത് ഈസിയാണ്. ഈ 18 ചോദ്യങ്ങൾക്ക് സമാനമായ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വിളിക്കാം. ഇനി ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രൊഫഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിൽ മാത്തിൽ തന്നെ 2 ചോദ്യങ്ങളുടെ ഉത്തരം അവർ കൊടുത്തത് തെറ്റാണ്. അത് എന്നെ വിളിച്ച കുട്ടികൾക്കെല്ലാം ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളും നിങ്ങളുടെ പരാതിയായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ യഥാർത്ഥ ആൻസർ കീ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു കട്ട് ഓഫ് മാർക്കിനെ പറ്റിയുള്ള ഒരു ടെൻഷനിലാണ്. കോഴിക്കോട് ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള ചോദ്യം. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയുക, കഴിഞ്ഞ വർഷം നടന്ന മാറ്റ് സാറ്റ് ചോദ്യങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കൂടാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് ജില്ലയിൽ 119 വന്നതെങ്കിൽ ഈ തവണ കോഴിക്കോട് ജില്ലയിൽ 122 123 അതിൻ്റെ മേലോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് 115 കിട്ടിയ കുട്ടികൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. വയനാട് ജില്ലയിൽ എന്തായാലും കുറച്ചുകൂടി ആശ്വസിക്കുന്നു. വയനാട് ജില്ലയിൽ മാനന്തവാടിയുള്ള കുട്ടികളൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് കട്ട് ഓഫ് മാർക്ക് കോഴിക്കോടിൻ്റെ അത്ര ടൈറ്റ് ആവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും നമുക്ക് റിസൾട്ട് വരെ കാത്തിരിക്കാം. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്തു നോക്കുക. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വിവരിക്കണമെങ്കിൽ പ്രത്യേകം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ആ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം ഈ ചോദ്യങ്ങളൊക്കെ ഓരോന്ന് എടുത്തുക. ചോദ്യ പേപ്പർ ഒന്നുകൂടി ഞാൻ പറയുന്നു, സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇനിയും സ്കോളർഷിപ്പ് പരീക്ഷകൾ എഴുതാനുള്ളതാണ്. അതുവരെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഓൾ ദ ബെസ്റ്റ്.